തിരുമേനി, തൊട്ടിൽ കെട്ടുന്ന വഴിപാടിന്റെ രസീത് എഴുതിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ തൊട്ടിൽ പൂജിച്ചു തരാം. പുറത്ത് തൊട്ടിൽ കെട്ടുന്നിടത്ത് പോയി രണ്ടുപേരും ചേർന്നങ്ങ് കെട്ടണം. പൂജ നടത്തുമ്പോ എത്രയും വേഗം ഞങ്ങൾക്കൊരു സന്താന സൗഭാഗ്യം തരണേ എന്നൊരു നേർച്ച നേർന്ന് ആത്മാർത്ഥമായി തന്നെ അമ്മയോട് പ്രാർത്ഥിച്ചോളൂ. അമ്മ അനുഗ്രഹിക്കും. സാറേ 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 എന്തെങ്കിലും തരണേ സാറേ. സാറേ ഇത്രയും പണം ഒരുമിച്ച് കിട്ടിയാൽ ഒരു ഉപകാരമായനല്ലേ? എത്ര നാളിങ്ങനെ ഭിക്ഷ എടുത്താൽ ഇത്രയും പണം ഒപ്പിക്കാൻ പറ്റും? ഇത് വേണമെന്നുണ്ടോ? കളിപ്പിക്കാൻ പറഞ്ഞതല്ല. ഞാനൊരു കാര്യം പറയുന്നത് അനുസരിച്ചാൽ ഈ 10,000 രൂപ ഞാനങ്ങ് തരും. എന്താ? ഉദ്ദേശിക്കുന്ന പോലെ എല്ലാം നടന്നാൽ ഇത് മാത്രമല്ല, നോട്ട് കെട്ട് ഇനിയും തരും ഞാൻ. എന്താ ചെയ്യാൻ പറ്റുമോ? ഓ, ഞാനെന്താ ചെയ്യണ്ടേ? ഈ തൊട്ടിൽ കൊണ്ടുപോയി കെട്ടിയാൽ മാത്രം പോരാ. നിങ്ങൾക്ക് പിറക്കുന്ന കുഞ്ഞിനെ ഇതേ അമ്പലത്തിൽ വെച്ച് ചോറൂണും തുലാഭാരവും നടത്തിയേക്കാമെന്ന് കൂടി നേർന്നോളൂ. അങ്ങനെയാണ് ഇവിടുത്തെ പതിവ്. അമ്മ കൈവിടില്ല. പിന്നെ നിങ്ങളാലാവുന്ന നേർച്ച കൂടി തൊട്ടിൽ കെട്ടി മനസ്സിൽ വിചാരിച്ചോളൂ. ഉറപ്പായും അടുത്ത വർഷം ഈ അമ്മയ്ക്ക് മുന്നിൽ നിങ്ങളുടെ കുഞ്ഞുമായി വന്ന് നിൽക്കാനുള്ള ഭാഗ്യമുണ്ടാവും. അമ്മ നിസ്സാരക്കാരിയല്ല. ഉള്ളറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ തൊട്ടിൽ കെട്ടുമ്പോൾ തന്നെ അതിന്റെ ശകുനം കാണിച്ചു തരും. ചെല്ലു, ധൈര്യമായി വെക്കുള്ളൂ. ആ ശരി തിരുമേനി.
എന്നാ പിന്നെ കെട്ടാല്ലേ? എവിടെ കെട്ടേണ്ടത്? ദാ അവിടെ കെട്ടായിരുന്നു. ആ, പക്ഷെ എനിക്ക് കഴിയത്തില്ല. നമ്മുടെ രണ്ടുപേരും ചേർന്ന് കെട്ടാനല്ലേ പറഞ്ഞത്? ആയിക്കോട്ടെ, വാ. അയ്യോ, കെട്ടിക്കോ. സത്യത്തിൽ ഈ തൊട്ടിൽ കെട്ടിക്കഴിഞ്ഞപ്പോ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം. തൊട്ടില് കെട്ടുമ്പോ മനസ്സിലൊരു നേർച്ച നേർന്നോളാൻ പറഞ്ഞത് നേർന്നായിരുന്നോ? ഞാനൊരു കാര്യം നേർന്നിട്ടുണ്ട്. എന്താ അത്? നമുക്ക് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാ ഇവിടെ ഒരു ദിവസത്തെ പൂജ, ഐ മീൻ രാവിലെ മുതൽ രാത്രി വരെയുള്ള എല്ലാ ചടങ്ങുകളും അങ്ങ് നടത്തിയേക്കാന്ന് നേർന്നു. അല്ല, നീ എന്താ നേർന്നേ? പറയട്ടെ ഞാൻ. എല്ലാ വർഷവും നമ്മുടെ കുഞ്ഞിന്റെ പിറന്നാളിന് അന്നദാനം നടത്തിയേക്കാവുന്ന ഞാൻ നേർന്നു. ശ്രീകോവിലിന്റെ മുന്നിലും വലിയ പ്രാർത്ഥനയായിരുന്നല്ലോ. എന്തൊക്കെയാണ് ഭഗവതിയോട് പറഞ്ഞത്? നമുക്കൊരു കുഞ്ഞിനെ തരണേന്ന് പറഞ്ഞു. പിന്നെ ഈ ജന്മം മുഴുവനും നമ്മുടെ കുഞ്ഞിനും നമുക്കും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാനുള്ള സൗഭാഗ്യം തരണേന്ന് പ്രാർത്ഥിച്ചു.